ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇന്നത്തെ നല്ല അടിപൊളി ഇപ്പോൾ ഒരു സമയം 7:30 ആയി കേട്ടോ. അപ്പോൾ നന്ദമോള് റെഡി ആയിക്കൊണ്ടിരിക്കുക, അനുവേട്ടൻ ഡയറി സൈനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതേ പുറത്തെ അവസ്ഥ ഇതാ കേട്ടോ. മഞ്ഞ് വീണ്ടും വീണ്ടും. അപ്പോൾ ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ ഫുള്ള് ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എന്താ പറ്റിയെന്ന്, മഴ വല്ല ആണോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എഴുന്നേറ്റപ്പം ദേ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ നന്ദൂട്ടന് സ്നാക്സ് ഇല്ല. അപ്പം ഞാൻ ക്യാരേജ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സ്നാക്സ് ഇല്ലയെന്ന് കണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും മോളും ഒരേപോലെ സ്നാക്സ് തിന്നാനുള്ള അവസ്ഥ അതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. അപ്പം അച്ഛനും മോളും ഞാനും കൂടെ ചേർന്ന് ഞങ്ങൾ രാത്രി ഇവിടെ നിന്ന് കേക്ക് കഴിച്ചു തീർത്തു കേട്ടോ. അപ്പോൾ രാവിലെ എടുത്ത് നോക്കിയപ്പം കേക്ക് കുറച്ചേ ഉള്ളൂ, നന്ദയ്ക്ക് കൊണ്ട് 2 പീസേ ഉള്ളൂ. അപ്പം മോളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ പാടല്ലേ എന്ന് വിചാരിച്ച് പെട്ടെന്ന് പോപ്കോണിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടെ വെച്ചിട്ട് എനിക്ക് എത്ര കണ്ടിട്ട് മതിയാവുന്നില്ല കേട്ടോ പുറത്ത്. അപ്പോൾ നന്ദമോള് പോയി, ഇന്നോള് ലേറ്റായിട്ടാണ് പോയത്, ഞാനെന്തേ ഇറങ്ങി കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞ്. ഞാനങ്ങനെ അനുവിൻ്റെ ഫോൺ വാങ്ങിച്ച് ഞങ്ങൾ താഴെ വന്നു, ബിൽഡിങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റ് താഴെ വന്നപ്പോൾ ഓപ്പോസിറ്റ് വീട്ടിലെ കൊച്ചിൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ സമയവും കഴിഞ്ഞാണ് സ്കൂളിലോട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ പോകുന്ന വഴി ഫുള്ള് മഞ്ഞുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. എന്താ പറയുക, നല്ല പുക ഇങ്ങനെ നമ്മുടെ മുന്നിലോട്ട് വരുന്ന കണക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന വഴിയിലെ വയലുകളാട്ടോ ഇതെല്ലാം മഞ്ഞ് മൂടി ഫുള്ള് കവറായിട്ട് കിടക്കുക കേട്ടോ. നമ്മൾ പോകുമ്പം അതിനെ ഇങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി പോകുന്ന ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ആക്ച്വലി ഇവിടുത്തെ പൊങ്കലൊക്കെ കഴിയുമ്പോഴത്തേനും തണുപ്പ് കുറയേണ്ടതാണ്. അന്ന് ഭോഗി എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട് കേട്ടോ, ഈ ക്യാമ്പ് ഫയറൊക്കെ നടത്തുന്ന പോലെ ആ ഒരു ദിവസമുണ്ട്. അന്നാണ് ആക്ച്വലി ഇതേപോലെ മഞ്ഞ് വരേണ്ടത്. എന്താണെന്നറിയത്തില്ല. ഇന്ന് ഫുള്ള് ഞങ്ങളുടെ സ്കൂളിൻ്റെ സൈഡാണെങ്കിൽ ഫുള്ള് അല്ലാതെ ഭയങ്കര തണുപ്പാണ്. പക്ഷേ ഇന്ന് അപ്പം നമുക്കിന്ന് അവിടെ നിൽക്കാനേ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ പോകുന്ന വഴികളിൽ സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വരുന്ന വണ്ടികൾ പോലും പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മഞ്ഞാട്ടോ. പിന്നെ ഈ സൈഡിലൊക്കെ നല്ല മരങ്ങളൊക്കെ ഉള്ളത്, അകത്തോട്ട് മരമുണ്ട്, നല്ല മലകളൊക്കെ കാണാൻ പറ്റുന്നതാട്ടോ. അപ്പോൾ അവിടെ ഫുള്ള് മഞ്ഞെന്ന് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞ് കേട്ടോ. അപ്പോൾ ഞാൻ ലേറ്റായി, എൻ്റെ ടൈം കഴിഞ്ഞു ആക്ച്വലി പോകേണ്ട. എന്നാലും ഞാൻ പിന്നെ എന്തായാലും നമ്മളിനി ഓടിയിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ പയ്യെ പോയാൽ മതി. കാരണം ഞാൻ പുറകെ ഇരിക്കുകയാണെങ്കിലും പിടിച്ചിട്ടില്ല കേട്ടോ, പിടിക്കാണ്ടിരുന്ന ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പറമ്പാട്ടോ. അവിടെയൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതാണ്, പക്ഷെ ഒന്നും കാണാൻ വയ്യ. ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷവും അതേപോലെ കാലും കൈയൊക്കെ അങ്ങ് മരവിക്കുക കേട്ടോ. അപ്പോൾ നന്ദമോളും സെയിം. നന്ദമോൾക്ക് പിന്നെ ഇത്രയും ഇതായിട്ട് കാണാൻ പറ്റത്തില്ല. എന്നാലും എൻ്റെ സ്കൂളിൻ്റെ സൈഡ് അടുക്കും തോറും ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക കേട്ടോ. പക്ഷെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫീലായിരുന്നു ഞങ്ങൾക്ക്. നമ്മളിൽ ട്രിപ്പൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അതേപോലത്തെ ഒരു ഫീലായിരുന്നു. മൂടൽ മഞ്ഞ് കണ്ടതിൻ്റെ സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്താറായി കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എവിടം വരെ വീഡിയോ എടുക്കാൻ പറ്റുമോ അവിടം വരെ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഓഫ് ചെയ്തില്ല കേട്ടോ. ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ എനിക്ക് എത്ര എടുത്തിട്ടും മതിയാവുന്നില്ല. ഇവിടെയൊക്കെ വീടുകളുള്ളതാട്ടോ, ഓപ്പോസിറ്റ് സൈഡൊക്കെ വീടുകളുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം വീടുകളൊന്നും ഇല്ല, കുറച്ച് ഉള്ളിലോട്ടാണ് നമ്മുടെ സ്കൂള്. അപ്പം എവിടം വരെ വീഡിയോ എടുക്കാൻ പറ്റുമോ. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് അവിടെ എത്തി. സ്കൂൾ എത്തി കേട്ടോ. സ്കൂൾ കാണാൻ പറ്റും. വേണ്ട, നമ്മുടെ ബിൽഡിങ് താണ്ട. അപ്പോൾ ഫോൺ എനിക്ക് വീഡിയോ വേണമല്ലോ എന്ന് കഴിഞ്ഞ് ഫോൺ കൊണ്ടുപോയി തമ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആട്ടോ. അവളാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവൾക്ക് വിഷ് ചെയ്തിട്ട് എൻ്റെ ക്ലാസ് റൂമിൽ മുകളിലാണ് കേട്ടോ, ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പോൾ ഞാൻ അവൾക്ക് വിഷ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. ഇതെൻ്റെ ഡാർലിംഗ് ആട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ്. അവനോട് ഞാൻ എന്ന് സംസാരിക്കും, എനിക്ക് ഉമ്മയൊക്കെ തരും കേട്ടോ. അപ്പോൾ അവനെ കാണാൻ വന്നു, അവനെയും കണ്ടു, ബൈ ബൈ പറഞ്ഞു, വിഷും ചെയ്ത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോയി. അപ്പോൾ ഇതെന്ന് പറയുന്നത് വൈകുന്നേരം വീട്ടിൽ തിരിച്ചു വന്നിട്ടുള്ളതാട്ടോ. അപ്പോൾ എൻ്റെ ഈ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലിരിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ 5th ക്ലാസ്സിൻ്റെ ടീച്ചറാട്ടോ. അപ്പോൾ എന്നോട് രാവിലെ മുതൽ ഇവിടെന്ന് പറയുന്നു, ഞങ്ങളൊരു ഗിഫ്റ്റ് ഉണ്ടാക്കി മിസ്സിന് റിപ്പബ്ലിക് ഡേക്ക് തരാനാന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് അവർക്കൊരു സമാധാനമില്ല. ഈ വീഡിയോ എടുക്കണം, എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കടന്ന് ശല്യം ചെയ്യില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ശരി ഗിഫ്റ്റിങ് താ, ഞാൻ ഓപ്പൺ ചെയ്യാമെന്ന്. അപ്പോൾ പിന്നെ ഓപ്പൺ ചെയ്യണ്ട, വീട്ടിൽ പോയിട്ട് ഓപ്പൺ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ പിന്നെ അവരുടെ ആഗ്രഹം അങ്ങനെ. സത്യം പറഞ്ഞാൽ സ്കൂളിൽ നിന്ന്
തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേനും ഇതൊക്കെ ഞാൻ മറന്നു പോകും. കാരണം നല്ല ടെൻഷനും കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടല്ലേ നമ്മൾ തിരിച്ച് വരുന്നത്. അപ്പം ചില സമയങ്ങളിൽ ബാഗ് ഞാൻ ടച്ച് ചെയ്യാറേ ഇല്ല. പിന്നെ പഠിക്കാനുള്ളതൊക്കെ ആണെങ്കിൽ ചിലപ്പോഴൊക്കെ രാത്രി എടുക്കുന്നത്. അപ്പം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടുകയോ ചെയ്യണേ, ഞാൻ ഗിഫ്റ്റിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ നന്ദമോളാട്ടോ എൻ്റെ ബാഗിൽ നിന്ന് ഇതെല്ലാം വലിച്ചെടുത്ത് നന്ദൂട്ടനാണ് ഇതെല്ലാം എടുത്ത് കാണിക്കുന്നത്. അപ്പം നന്ദ എടുത്താലും പ്രശ്നമാണ്, നന്ദ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ നന്ദയെ കൊണ്ട് എടുപ്പിക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ വെച്ച് ഞാൻ തന്നെ ഓപ്പൺ ചെയ്യാമെന്ന് കരുതി. എനിക്ക് കുഞ്ഞ് ഗിഫ്റ്റ് പാക്കിങ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി കേട്ടോ. കൂടുതലൊന്നും ഇല്ല കേട്ടോ അതിനകത്ത്. ഒരു ഫ്ലവറാട്ടോ അത്. ഇവർ പൊതിഞ്ഞ് വെച്ച് ആ ഫ്ലവറിൻ്റെ എല്ലാം പോയി ആ ഒരവസ്ഥയാണ് കേട്ടോ. പിന്നെന്ന് പറഞ്ഞത് ഒരു ലെറ്റർ പോലെ എന്തോ ആ സംഭവം തോന്നുന്നു, ഒരു പേപ്പറുണ്ട്. പേപ്പർ തന്നെ. അപ്പോൾ അവർ മേ ബി എനിക്ക് വേണ്ടിയിട്ട് വിഷസ് എഴുതിയ പേപ്പറായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻസ് വരുമ്പം നിങ്ങളുടെ കൈ കൊണ്ട് പേപ്പറിലൊക്കെ എന്തെങ്കിലും ഡ്രോയിങ് ഒക്കെ ചെയ്ത് ടീച്ചേഴ്സിന് കൊടുക്കണം. എനിക്കല്ല, എല്ലാ ടീച്ചേഴ്സിനും നിങ്ങൾ കൊടുക്കണം എന്ന് ഞാൻ ഇവരെ എപ്പോഴും ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ അവരുടെ ഒരു ഇത് വളരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം അതുപോലെ ഒരെണ്ണം വേണ്ടേ, ഹാപ്പി റിപ്പബ്ലിക് ഡേ അഖില മിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു പേപ്പർ കഷ്ണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നുള്ളത് എന്താണെന്നറിയാവോ? പിന്നുള്ളത് ഞാനും അതിശയിച്ചു, ഇതെന്താ അപ്പോൾ വീണ്ടും വേണ്ട ഒരു പൂവ് കേട്ടോ. അപ്പം നമുക്കിവിടെ പൂ കുറച്ച് സെൻറ്റിമെൻ്റലായത് കൊണ്ടാണെന്ന് തോന്നുന്നു പൂ എൻ്റെ പിള്ളേർ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള സാധനം വേണ്ട ഒരു റിബൺ ടൈപ്പ്, ഒരു ഹാങ്ങിങ് സംതിങ് എന്തോ ആണ്. പിന്നുള്ള സാധനമാണ് നമ്മുടെ ഗോലി. ഓക്കെ, അപ്പം നല്ല എന്തുവാ പറയുക, നമുക്ക് ചെറിയതാണെങ്കിലും കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതൊരു വലുതാട്ടോ. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഞാൻ എൻ്റെ ഫോണിലൊക്കെ എത്രമാത്രം നോക്കിയിട്ട് ഇത് സെൻഡ് ആവുന്നില്ല. അവസാനം ഞാനിത് ഓപ്പൺ ചെയ്ത സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഗോലി പണ്ട് മുതലേ ഞാൻ ഈ ഗോലി കാണുമ്പോൾ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും കേട്ടോ. അല്ലെങ്കിൽ നന്ദൂട്ടൻ അതെടുത്ത് എന്തെങ്കിലും വിഴുങ്ങോ, എനിക്ക് അങ്ങനെയുള്ള ടെൻഷൻസൊക്കെയാണ്. അത് കാരണം ഞാനെടുത്ത് ഒളിപ്പിച്ച് വെക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്